ഹലോ, ഇന്ന് നമുക്കൊരു ഹണി ബീ തീം കേക്കാണ് കേട്ടോ ചെയ്യേണ്ടത്. ഇതൾ ഇനയ അങ്ങനെയായിരുന്നു കുട്ടിയുടെ നെയിം. മലയാളത്തിൽ വെച്ചിരുന്നെങ്കിൽ ഇച്ചിരി കൂടെ ബെറ്റർ ആയിട്ട് എനിക്ക് പിന്നെ തോന്നിയായിരുന്നു. അപ്പോൾ നമുക്ക് കസ്റ്റമർ 2 റെഫറൻസ് ഫോട്ടോസ് അയച്ചിട്ടുണ്ടായിരുന്നു. ഈ ടോപ്പിൽ കാണുന്നില്ലേ 2 ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് ടോപ്പിൽ ആ ഒരു ഡിസൈനും വരണം, പിന്നെ സൈഡിൽ ഫ്ലവേഴ്സും ഗ്രാസൊക്കെ ആയിട്ട് സൈഡിൽ ആ ഒരു ഡിസൈനും കൊടുക്കണം എന്ന് പറഞ്ഞ് 2 റെഫറൻസ് കമ്പൈൻ ചെയ്താണ് നമുക്ക് ചെയ്യേണ്ടിയിരുന്നത്. എപ്പോഴും എക്സാക്റ്റ് റെഫറൻസ് ഫോട്ടോയെക്കാളും നമുക്ക് നമ്മുടേതായിട്ടുള്ള ഒരു ഇൻപുട്ടും കൂടി വന്നാലേ കേക്കിൻ്റെ ആ ഒരു ആർട്ട് എന്നുള്ള ഒരു കാര്യം ഫുൾഫിൽ ആകത്തുള്ളൂ. സോ നമ്മൾ നമ്മുടേതായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ കൂടി ഇതിൽ ആഡ് ചെയ്യും. ഒരു കോണിൻ്റെ ഷേപ്പ് മാറ്റി, കളർ മാറ്റി, പിന്നെ തേനീച്ചയുടെ താഴത്തെ ഭാഗം ഒരു സ്പ്രിങ് പോലെ ആക്കി. അപ്പോൾ കേക്ക് ഒന്ന് മൂവ് ആകുമ്പോൾ അത് പറക്കുന്ന പോലെയൊക്കെ തോന്നും. ഇങ്ങനത്തെ റെഫറൻസ് ഫോട്ടോസ് കോപ്പി ചെയ്യുന്ന ടൈമിൽ എൻ്റേതായിട്ടുള്ള ഒരു സ്റ്റൈൽ അല്ലെങ്കിൽ എൻ്റേതായിട്ടുള്ള ഒരു ഇൻപുട്ട് അതിൽ കൊടുക്കാനായിട്ട് ഞാൻ പ്രത്യേകം ശ്രദ്ധിക്കാറുണ്ട്. എൻ്റെ ആ ഒരു സ്റ്റൈൽ ഇഷ്ടപ്പെടുന്ന കസ്റ്റമേഴ്സാണ് ഒബ്വിയസ്ലി എനിക്ക് ഓർഡർ തരാനായിട്ട് വരുന്നതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. സോ നമ്മൾ ആ നമ്മുടേതായിട്ടുള്ള ഒരു ടച്ച് അതിൽ എപ്പോഴും ആഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാറുണ്ട്. അപ്പോൾ നമ്മുടെ കേക്കിൻ്റെ ഫൈനൽ ലുക്ക് ഇതാണ് വരുന്നത്. കേക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. കേക്ക് എന്തായാലും കസ്റ്റമർ ഇഷ്ടമായിട്ടുണ്ട്. ഡിസൈനും ടേസ്റ്റും ഒക്കെ ഇഷ്ടമായെന്ന് പറഞ്ഞ് നമുക്ക് റിവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ താങ്ക് യു ഫോർ വാച്ചിങ്. അൺടിൽ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ ബൈ.